രണ്ട് പേര് തമ്മിൽ സ്നേഹമുണ്ടാകാൻ, അത് ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ സുഹൃത്തുക്കളാകട്ടെ ഹലാലായ ഹൈറായ നമ്മളൊരാളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അവരാകട്ടെ ആരുമാകട്ടെ അവരുടെയൊക്കെ സ്നേഹം നമുക്ക് ലഭിക്കാൻ, ഇഷ്ടം നമുക്ക് ലഭിക്കാൻ ഹലാലാണെങ്കിൽ ഹൈറാണെങ്കിൽ 100% റിസൾട്ട് കിട്ടുന്ന അത്ഭുതകരമായ ചില അമലുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും മജ്ലിസ് മുഴുവനായും കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹുവെ പടച്ചവനെ, എല്ലാവരുടെയും ആഗ്രഹങ്ങളെ നീ സഫലമാക്കണേ അല്ലാ. വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങളിൽ, സങ്കടങ്ങളിൽ, പരീക്ഷണങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ അടയാളം. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങുക എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയിലൂടെ, ദിക്റിലൂടെ, സ്വലാത്തിലൂടെ, ആയത്തിലൂടെ, സൂറത്തിലൂടെ, പരിശുദ്ധമായ അസ്മാഉകളിലൂടെ ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങാം. പലപ്പോഴും പല ആളുകളും പല വിഷമങ്ങളും പറഞ്ഞ് മെസ്സേജ് വിടുമ്പോൾ അവരുടെ വിഷമങ്ങൾക്ക് പരിഹാരമായി പല ഇസ്മുകളും പല ദിക്റുകളും പല സ്വലാത്തുകളും നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അൽഹംദുലില്ലാഹ് പല ആളുകൾക്കും അതിൻ്റെ റിസൾട്ട് കിട്ടിയെന്നുള്ള വിവരം പറയുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമാണ്. എന്നാൽ ഒരു വിഭാഗം ആളുകൾ റിസൾട്ട് കിട്ടിയെന്ന അനുകൂലമായ മറുപടി പറയുമ്പോൾ മറ്റൊരു വിഭാഗം ആളുകൾ അതിന് റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് സങ്കടം പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ വിഷമിക്കണ്ട, ഒരിക്കലും നിരാശരാകണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കും ഇജാബത്ത് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഇജാബത്ത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അള്ളാഹുവോട് നമ്മൾ സഹായം തേടുമ്പോൾ അത് ദിക്ർ ചൊല്ലിയിട്ടാവട്ടെ, സ്വലാത്ത് ചൊല്ലിയിട്ടാവട്ടെ, ആയത്തോ സൂറത്തുകളോ ഇസ്മുകളോ ഉച്ചരിച്ചു കൊണ്ടാവട്ടെ, എങ്ങനെയാകട്ടെ നമ്മൾ സഹായം തേടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉത്തരം നൽകുന്നത് 3 രൂപത്തിലാണ്. ഒന്ന്, അള്ളാഹു നമ്മൾ ചോദിച്ചത് തന്നെ നമുക്ക് നൽകുമെന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മൾ അള്ളാഹുവോട് ചോദിച്ചതല്ല അള്ളാഹു നമുക്ക് നൽകുക, അതിനേക്കാൾ ഖൈറായ മറ്റെന്തെങ്കിലും അള്ളാഹു നമുക്ക് നൽകുമെന്നുള്ളതാണ്. മറ്റൊന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തേക്ക് വേണ്ടി മാറ്റിവെക്കുമെന്നുള്ളതാണ്. എങ്ങനെയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇജാബത്ത് നൽകുന്നുണ്ട് എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. നല്ല ഈമാനോടെയും നല്ല തവക്കുലോടെയും അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തുക. കരങ്ങൾ ഉയർത്തുന്നതിൽ, പ്രാർത്ഥിക്കുന്നതിൽ, റബ്ബിന്റെ സഹായം തേടുന്ന വിഷയത്തിൽ യാതൊരു പിശുക്കും യാതൊരു നിരാശയും നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ മജ്ലിസിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മഹബ്ബത്തിന്റെ ചില അമലുകളെ കുറിച്ചാണ്. അതായത് 2 പേര് പരസ്പരം ഇഷ്ടമാകാൻ വേണ്ടിയിട്ടുള്ള ചില അമലുകൾ, 2 പേര് പരസ്പരം മിണ്ടാൻ വേണ്ടിയിട്ടുള്ള ചില അമലുകൾ. ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങിക്കഴിയുന്നവരുണ്ടാകുമല്ലോ, അവർക്കിടയിൽ ഇണക്കം വരാൻ, അവർക്കിടയിൽ മഹബ്ബത്ത് വരാൻ, അവർക്കിടയിൽ സ്നേഹം വരാനുള്ള ചില അമലുകൾ. അതുപോലെ മറ്റുള്ളവരുടെ ഇഷ്ടം നമുക്ക് കിട്ടാൻ, അത് സുഹൃത്തുക്കളാകട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ ആ വീട്ടിലേക്ക് പെണ്ണ് ചോദിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ അവരെതിർപ്പൊന്നും പറയരുത്, അവർക്ക് ഇഷ്ടമുണ്ടാകണം. ഇങ്ങനെ തുടങ്ങിയ മഹബ്ബത്തിന്റെ ചില അമലുകൾ, ദാമ്പത്യ ജീവിതത്തിലുള്ള മഹബ്ബത്താകട്ടെ, സുഹൃത്തുക്കൾക്കിടയിലുള്ള മഹബ്ബത്താകട്ടെ, അല്ലെങ്കിൽ ഹലാലായ ഏതു രൂപത്തിലുള്ള മഹബ്ബത്താകട്ടെ, മാതാപിതാക്കൾക്കും മക്കൾക്കും ഇടയിലുള്ള മഹബ്ബത്താകട്ടെ, മഹബ്ബത്ത് ഏതു തന്നെയാകട്ടെ, ഹലാലായ ഖൈറായ മഹബ്ബത്തിന്റെ ചില അമലുകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുകയാണ്. ഒന്നാമത്തെ അമൽ എന്നുള്ളത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ചില ഇസ്മുകളാണ്. പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിൽ ചില ഇസ്മുകൾ നമുക്ക് കാണാം. യാ ലത്തീഫ് യാ അല്ലാഹ്, മഹബ്ബത്ത് ഉണ്ടാകാനുള്ള ഇസ്മാണ്. അതുപോലെ യാ വദൂദ് യാ അല്ലാഹ്, മഹബ്ബത്ത് ഉണ്ടാകാനുള്ള ഇസ്മാണ്. യാ ലത്തീഫ് യാ അല്ലാഹ് എന്നുള്ള ഇസ്മ നമുക്ക് പല രൂപത്തിലും ചൊല്ലാം. ഒന്നാമത്തെ രൂപം 16,641 തവണ നമ്മൾ ചൊല്ലി തീർക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ രൂപം 129 തവണ 5 നേരം നമസ്കാര ശേഷം യാ ലത്തീഫ് യാ അല്ലാഹ്
എന്ന് നമ്മൾ പതിവാക്കുക എന്നുള്ളതാണ്. മറ്റൊരു ഇസ്മ വദൂദ് എന്നുള്ളതാണ്. വദൂദ് എന്ന് പറഞ്ഞാലും സ്നേഹമുള്ളവനായ അള്ളാഹ് എന്നാണ് അതിന്റെ അർത്ഥം വരിക. യാ വദൂദ് യാ അള്ളാഹ് എന്ന് 20 വദൂദിന്റെ അതത് വരുന്നത്. 20 വളരെ കുറഞ്ഞ സംഖ്യയായതുകൊണ്ട് നമ്മുടെ ഉലമാക്കൾ 20 × 400 തവണയാണ് അത് ചൊല്ലി തീർക്കാൻ നിർദ്ദേശിക്കാറുള്ളത്. അതുകൊണ്ട് 5 നേര നമസ്കാര ശേഷം 400 തവണ യാ വദൂദ് യാ അല്ലാഹ്, യാ വദൂദ് യാ അല്ലാഹ് എന്ന് നമ്മൾ ചൊല്ലുകയോ, അല്ലെങ്കിൽ സുബ്ഹി നമസ്കാരത്തിന് ശേഷം 129 തവണ യാ ലത്തീഫ് യാ അല്ലാഹ് എന്നും, മഗ്രിബ് നമസ്കാരത്തിന്റെ ശേഷം 400 തവണ യാ വദൂദ് യാ അല്ലാഹ് എന്നും നമ്മൾ ചൊല്ലി വരിക എന്നുള്ളതാണ്. ആരുടെ സ്നേഹമാണോ നമുക്ക് കിട്ടേണ്ടത്, ആ സ്നേഹം അള്ളാഹു നമുക്ക് നൽകിയിരിക്കും. അള്ളാഹുവിൻ്റെ ഒരു മഹത്തായ തൗഫീഖും സഹായവും ആ വിഷയത്തിൽ ഇറങ്ങും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു അമൽ എന്നുള്ളത് മഹബത്തിന്റെ തകിട് അല്ലെങ്കിൽ മഹബത്തിന്റെ ഏലസ് നമ്മൾ ധരിക്കുക എന്നുള്ളതാണ്. ഒരു തകിടിൽ മഹബത്തിന്റെ അമല് ചെയ്ത് ആരൊക്കെ തമ്മിലാണോ സ്നേഹമുണ്ടാകേണ്ടത് അവരുടെ പേരുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ചില നമ്മുടെ മഹാന്മാർ, മഹത്തുക്കൾ, മുൻഗാമികൾ, ഗുരുനാഥന്മാർ പകർന്നു തന്ന ഇജാസത്ത് പ്രകാരം ചെയ്യുന്ന ചില അമലുകളുണ്ട്. ആ അമലുകൾ ചെയ്തിട്ട് ആ തകിട് ഒന്നിരിക്കൽ നമ്മൾ അടുപ്പിൽ വെക്കുക, അല്ലെങ്കിൽ കിടക്കുന്ന തലയുണയുടെ അടിയിൽ വെക്കുക, അല്ലെങ്കിൽ ആ തകിട് മടക്കിയിട്ട് ഒരു ഏലസാക്കിയിട്ട് നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ ആര് തമ്മിലാണോ മഹബത്തുണ്ടാകേണ്ടത്, ആരൊക്കെ തമ്മിലാണോ ഇഷ്ടമുണ്ടാകേണ്ടത്, അവർ തമ്മിൽ ഇഷ്ടമുണ്ടാകും എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. ഈ അമല് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ചില വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. അതൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു അമൽ എന്നുള്ളത് പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്താണ്. ഈ ആയത്ത് നമ്മൾ ചൊല്ലിയിട്ട് ഭക്ഷണത്തിലേക്കോ വെള്ളത്തിലേക്കോ പാനീയത്തിലേക്കോ പ്രത്യേകിച്ച് മധുര പലഹാരത്തിലേക്ക് നമ്മൾ മന്ത്രിച്ച് ആരുടെ സ്നേഹമാണോ നമുക്ക് ലഭിക്കേണ്ടത് അവർക്ക് നമ്മൾ ഭക്ഷിക്കാൻ വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ്. വഅൽഖൈതു അലൈക മഹബ്ബതൻ മിന്നീ എന്നുള്ളതാണ് ആയത്ത്. ഈ ആയത്ത് 832 തവണയാണ് നമ്മൾ ചൊല്ലേണ്ടത്. എന്നിട്ട് നമ്മൾ ഒരു മധുര പലഹാരത്തിൽ മന്ത്രിച്ച് ആരുടെ ഇഷ്ടമാണോ നമുക്ക് കിട്ടേണ്ടത് അവർക്ക് നമ്മൾ ഭക്ഷിക്കാൻ വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ്. അവരുടെ സ്നേഹം നമുക്ക് കിട്ടും. ഖൈറാണെങ്കിൽ ഹലാലാണെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം ഉറപ്പാണ്, യാതൊരു സംശയവുമില്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നാലാമത്തെ ഒരു അമൽ എന്നുള്ളത് മറ്റുള്ളവരുടെ സ്നേഹം നമുക്ക് ലഭിക്കാൻ, അവർക്ക് നമ്മളോടുള്ള ദേഷ്യമൊന്ന് മാറാൻ, അവരുടെ മനസ്സൊന്ന് മാറിക്കിട്ടാൻ, നമ്മളോടുള്ള പിണക്കമൊന്ന് മാറിക്കിട്ടാൻ, നമ്മളോടുള്ള വൈരാഗ്യമൊന്ന് മാറിക്കിട്ടാൻ നിയ്യത്താക്കിയിട്ട് പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ ഇൻശിറാഹ്. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ലഹ്റക ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب എന്ന സൂറത്ത് 5 നേര നമസ്കാര ശേഷവും 17 പ്രാവശ്യം നമ്മൾ ചൊല്ലി വരിക എന്നുള്ളതാണ്. ആരുടെ മനസ്സാണോ മാറേണ്ടത്, ആർക്കാണോ നമ്മളോട് മഹബത്ത് ഉണ്ടാകേണ്ടത്, ആരുടെ പിണക്കമാണോ നമ്മളോട് മാറേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ നമുക്കൊരു ഫത്ഹും ഒരു സഹായവും അല്ലാഹു നൽകുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. മുഹബ്ബത്തിന്റെ സ്നേഹമുണ്ടാകാനുള്ള, പിണക്കങ്ങൾ മാറാനുള്ള ഒരുപാട് അമലുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യാനുണ്ട്, നമുക്ക് ചൊല്ലാനുണ്ട്, നമുക്ക് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഏറെക്കുറെ എല്ലാവർക്കും ചെയ്യാൻ കഴിയും വീട്ടിലിരുന്നു കൊണ്ട് എന്ന് തോന്നുന്ന ചില അമലുകളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് അമലുകൾ നമുക്ക് മറ്റൊരിക്കൽ ചർച്ച ചെയ്യാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.